കുക്ക് വിത്ത് സോഫിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാനൊരു ടീ ടൈം സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. മസാലക്കടല. നമ്മൾ സാധാരണ മേടിക്കുന്ന ഈ കടല കൊണ്ട്, അതായത് നിലക്കടല കൊണ്ട് എങ്ങനെയാണ് നല്ലൊരു മസാലക്കടല ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് ചായയുടെ കൂടെ കഴിക്കാനും വെറുതെ കുറിക്കാനും നല്ല ടേസ്റ്റ് ഉള്ളൊരു കടലയാണിത്. ഇതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 400 ഗ്രാം, അതായത് 2.5 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് പച്ചയാണ്, പച്ച പീനട്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല, 1 കപ്പ് കടലമാവ്, 10 വെളുത്തുള്ളി അല്ലി നന്നായിട്ട് ചതച്ചെടുത്തിരിക്കുന്നത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത് കാശ്മീരി മുളക് പൊടിയാണ്, 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടീസ്പൂൺ കായം പൊടിച്ചത്, ഉപ്പ്, കറിവേപ്പില, വറക്കാൻ വെളിച്ചെണ്ണ, വെള്ളം. ഇനി നമുക്ക് ഈ പീനട്ട് ഒന്ന് കഴുകിയെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒത്തിരി നേരമൊന്നും വെച്ചേക്കൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഇത് കഴുകി മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് വാരിയെടുക്കാം. ഇതൊന്ന് നനയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ നനച്ച് കഴുകി വാരി വെച്ചിരിക്കുന്ന ഈ പീനട്ടിലേക്ക് നമുക്ക് ബാക്കി പൊടികളെല്ലാം ചേർക്കാം. കടലപ്പൊടി, അരിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, വെളുത്തുള്ളി നന്നായിട്ട് ചതച്ച് വെച്ചേക്കണം. അരയ്ക്കുന്നത് പോലെ തന്നെ നല്ല പട്ട് പോലെ ചതച്ചെടുക്കണം. ഇതിനാവശ്യത്തിനുള്ള ഉപ്പ്, നമുക്ക് ആദ്യമേ കുറച്ച് ഉപ്പിട്ടിട്ട് പിന്നെ ബാക്കി ഇടാം. കുറച്ച് കറിവേപ്പിലയൊന്ന് മുറിച്ചിടാം. ബാക്കി നമുക്ക് വറുത്തെടുക്കേണ്ടതാണ്. നമുക്ക് ഇതൊന്ന് നനച്ചെടുക്കാം. ഇത് ഒത്തിരി വെള്ളം ഒഴിച്ച്, അതായത് ബാറ്റർ പോലെ ആക്കരുത്. ഈ പൊടികളെല്ലാം ഈ പീനട്ടയിൽ ഒന്ന് ശരിക്ക് പിടിക്കത്തക്ക വിധത്തിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കുറേശ്ശെ വെള്ളം തളിച്ച് വേണം ഇത് കുഴച്ചെടുക്കാൻ. ഈ നനവ് കൊണ്ട് ആദ്യമേ നമുക്കിതൊന്ന് നനച്ചെടുക്കാം. പീനട്ടിൽ നമ്മൾ കഴുകിയെടുത്തപ്പോൾ കുറച്ച് വെള്ളമുണ്ട്. നമുക്ക് ബാക്കി വെള്ളം കുറേശ്ശെ തളിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ ഇതൊന്ന് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഈ പൊടിയൊന്നും കാണാത്ത വിധത്തിൽ നനഞ്ഞു കിട്ടണം. പൊടിയായിട്ടിരിക്കരുത്, അതെല്ലാം കൂടെ കുഴഞ്ഞ് ഇതിൻ്റെ കൂടെ ചേരണം. ഇതിനകത്ത് നമുക്ക് കായം പൊടിച്ചതും കൂടെ ചേർക്കാം. അതും കൂടെ നന്നായിട്ട് ഇതിൻ്റെ കൂടെ തിരുമ്മി പിടിപ്പിക്കണം. അപ്പം നമ്മളിത് നന്നായിട്ടൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് ഇതുപോലത്തെ വെള്ളം മതി, ഇതിൻ്റെ അകത്ത് ഒത്തിരി വെള്ളം ചേർക്കണ്ട. 10 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ചൂടായ പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് ഏതായാലും മുഴുവനോട് ഒന്നിച്ചിട്ട് വറുക്കുകയല്ല, കുറേശ്ശെ ഇട്ട് വറുക്കുള്ളൂ. അപ്പം കുറേശ്ശെ എണ്ണ ഒഴിച്ച് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഇത് നമുക്ക് ഒന്നിച്ച് അങ്ങ് വാരി ഇടാൻ പറ്റിയല്ല, ഇത് കട്ട പിടിച്ചു പോകും. അതിന് നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് എളുപ്പത്തിന് ഓരോന്ന് തന്നെ വേണം അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ കട്ട പിടിക്കും. അതിന് നമുക്കൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. എണ്ണയുടെ മുകളിൽ പിടിച്ച് നമുക്കിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുമ്പോൾ കയ്യിൽ കൂടുതൽ പൊള്ളൽ വരും. അതുകൊണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ചെയ്ത് വെച്ചിട്ട് ചൂടായ എണ്ണയിലിട്ട് വറുത്ത് കോരാം. ഇപ്പൊ എണ്ണ നല്ലവണ്ണം ചൂടായി. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഓരോന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ആയിട്ടിടാനേ പറ്റുള്ളൂ. അപ്പം നമ്മളിത് ഓരോന്ന് വീതം ഇട്ടതുകൊണ്ട് ഇത് കൂട്ടി പിടിച്ചിട്ടില്ല, അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണം. ഇത് ഇടയ്ക്ക് ഇട്ട ഉടനെ ഇളക്കരുത്, 1 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടേ ഒന്ന് ഇളക്കി കൊടുക്കാവുള്ളൂ. ഇത് ഞാനിപ്പം ചെറുതീയിലാണ് ഇട്ടിരിക്കുന്നത്.
ഇപ്പൊ ഇത് നമ്മൾ ചെറുതീയിൽ തന്നെ ഇട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ബാക്കി നമുക്ക് ഇതുപോലെ ഓരോന്ന് വീതം ഇട്ട് വറുത്തെടുക്കാം. അപ്പം നമ്മുടെ കടല മുഴുവനും വറുത്ത് കോരി കഴിഞ്ഞ് ഇനി ആ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് വറുത്തെടുക്കാം. നല്ല കരികരിപ്പായിട്ട് വറുത്തെടുക്കണം. നമ്മുടെ കറിവേപ്പില നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. തീ നമുക്ക് ഓഫ് ചെയ്യാം. കറിവേപ്പില മുഴുവൻ വറുത്ത് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കറിവേപ്പിലയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് ഇടുന്നത്, അതിനൊന്നും പ്രത്യേക അളവൊന്നുമില്ല. നമ്മുടെ ടേസ്റ്റിയായ മസാലക്കടല റെഡിയായി. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം, എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണം. നിങ്ങൾ പരമാവധി ഇത് ഷെയർ ചെയ്യാനും ശ്രമിക്കണം. cookWithSophie.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായി അറിയിക്കണം. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.